നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 50 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. കേജ്രിവാളിന്റെ മടങ്ങിവരവ് വൻ ആഘോഷമാക്കിയ പ്രവർത്തകർ വലിയ സ്വീകരണമാണ് അരവിന്ദ് കെജ്രിവാളിനായി ഒരുക്കിയത്. നിങ്ങളുടെ അടുത്തേക്ക് തിരികെ എത്തിയത് ആവേശത്തിലായിരിക്കുന്നുവെന്നും സുപ്രീം കോടതിക്ക് നന്ദിയെന്നും പ്രതികരിച്ച അദ്ദേഹം ഏകാധിപത്യത്തിനെതിരെ പോരാടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കർശന ഉപാധികളോടെ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തന്റെ റോൾ സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തരുതെന്നും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു ഫയലും ഒപ്പുവെക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഡൽഹി സെക്രട്ടേറിയറ്റോ സന്ദർശിക്കരുതെന്നാണ് മറ്റൊരു പ്രധാന ഉപാധി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിലും നിർണായക സ്വാധീനമായി മാറുമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള BJPയുടെ കുൽസിത നീക്കത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ തീരുമാനമെന്നും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഒരു സമഗ്രാധിപത്യ ശക്തിക്കും എന്നേക്കുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഏകാധിപത്യത്തെ വാഴിക്കാമെന്ന് കരുതുന്ന സംഘ് പരിവാറിന്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഊർജവും നൽകുന്നതാണ് സുപ്രീം കോടതി വിധിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതുപോലെ ചീപ്പായ ദുർബലനായ പ്രധാനമന്ത്രി ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നഞ്ചളവിൻ്റെ വീതിയിലും നീളത്തിലും എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. എല്ലാം തകർന്ന് തരിപ്പണമായി. നാട്ടിലെ RSSകാരൻ്റെ നിലവാരം പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രചരണത്തോട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അത്രയും ദുരന്തപൂർണമായ രീതിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ ബസ്സിലെ ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. 3 പേരെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതെന്നും അന്വേഷണ സംഘം അറിയിച്ചു. IGP വിജയന് സ്ഥാനക്കയറ്റം. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിയുടെ യാത്രാ വിവരം മാധ്യമപ്രവർത്തകർ ചോർത്തി നൽകിയെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായിരുന്നു ഇദ്ദേഹം. ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവൊന്നുമില്ലെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ പോലീസ് അക്കാദമി ഡയറക്ടറായാണ് പുതിയ നിയമനം. ട്രസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത വകുപ്പിനെതിരെ CPM ഏകപക്ഷീയമായി തീരുമാനം നടപ്പാക്കരുതെന്നും ചർച്ചകളുടെ പ്രശ്നം തീർപ്പാക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. അപകടങ്ങൾ ഒഴിവാക്കാനും നിലവാരം കൂട്ടാനും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണമെന്നതിൽ രണ്ടഭിപ്രായമില്ല. ഒറ്റയടിക്ക് ഗതാഗത വകുപ്പ് തീരുമാനം പ്രഖ്യാപിച്ചതാണ് അസാധാരണമായ പ്രതിസന്ധിക്ക് കാരണമെന്നും CPM വ്യക്തമാക്കി. കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ വിജിലൻസ് പിടികൂടി. തൃശൂർ ജില്ലയിലെ വിൽവട്ടം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ കൃഷ്ണകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത്. ROR സർട്ടിഫിക്കറ്റിന് ലഭ്യമാക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ച പരാതിക്കാരന് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് 2000 രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. തിരോധാന കേസിൽ 2 പേരെ സംശയമുണ്ടെന്ന് അച്ഛൻ ജെയിംസ്. മകളെ അപായപ്പെടുത്തിയതായി സംശയമുണ്ട്. തനിക്ക് കിട്ടിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പുനർ അന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CBI അന്വേഷണത്തിൽ വീഴ്ചയില്ല. ഇപ്പോഴും ഊമക്കത്തുകൾ വരുന്നുണ്ട്. താൻ നൽകിയ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP ഏറെ പ്രതീക്ഷാപൂർവ്വം കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നതെന്നും BJPയുടെ ഏറ്റവും വലിയ തോൽവി UPയിലായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ് മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ കനൌജിൽ നടന്ന റാലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനമുണ്ടായെങ്കിലും പ്രതിഷേധവും അപേക്ഷകർ എത്താതിരുന്നതിലും കാരണം ഇന്നും ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു. ചിലയിടങ്ങളിൽ സംയുക്ത സമരസമിതി ഗ്രൗണ്ടിൽ പ്രതിഷേധിച്ചു. സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്തണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. എന്നാൽ പലയിടത്തും അപേക്ഷകരെത്തിയില്ല. കേരള ബസ് യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ ചോദ്യം ചെയ്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രഹസ്യമായി നടന്ന ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ സുനിൽകുമാർ, സന്ദീപ് എന്നിവരെയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം തിരുവനന്തപുരത്തെത്തി
ഇരുവരുടെയും മൊഴിയെടുത്തു എന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ജോലിയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന്റെ പേരിൽ തട്ടിപ്പിന് ശ്രമം. വ്യാജ വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി പ്രേംകൃഷ്ണന്റെ ചിത്രം DP ആക്കി പണം ആവശ്യപ്പെട്ടാണ് സന്ദേശം അയച്ചാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ADM അടക്കമുള്ള കളക്ടറുടെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചുവെന്ന് പോലീസ് പറഞ്ഞു. എല്ലാ ബാച്ചുകളിൽ 30% സീറ്റുകൾ വർദ്ധിപ്പിച്ചാലും മലബാറിൽ ഇത്തവണയും +1 പ്രതിസന്ധി ഒഴിയില്ലെന്ന് റിപ്പോർട്ട്. മലപ്പുറത്തും പാലക്കാടും കോഴിക്കോടുമായിരിക്കും കൂടുതൽ കുട്ടികൾക്ക് പുറത്തിരിക്കേണ്ടി വരിക. അതേസമയം തെക്കൻ ജില്ലകളിൽ ആവശ്യത്തിലധികം ബാച്ചുകൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം മൂലം കണ്ണൂർ വിമാനത്താവളത്തിന് 2 ദിവസത്തെ നഷ്ടം 5 കോടിയിലധികം വരുമെന്നാണ് കണക്ക്. അതോടൊപ്പം 4000-ഓളം പേരുടെ യാത്ര മുടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. ബുധനാഴ്ച രാജ്യവ്യാപകമായി 90 സർവീസുകളും വ്യാഴാഴ്ച 85 സർവീസുകളുമായാണ് റദ്ദായത്. കണ്ണൂർ സ്വദേശിയായ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണ്. കോടതിയുടെ കണ്ടെത്തൽ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി ഈ മാസം 13-ന് വിധിക്കും. വിഷ്ണുപ്രിയ സൗഹൃദം അവസാനിപ്പിച്ചതിൻ്റെ പകയിലായിരുന്നു ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പ്രതി കൊലപാതകം നടത്തിയത്. പാലാരിവട്ടം ചക്കരപ്പറമ്പിൽ വാഹനാപകടത്തിൽ യുവാക്കളായ 2 ബൈക്ക് യാത്രികർക്ക് ദാരുണാന്ത്യം. KSRTC ബസ്സുകൾക്കിടയിൽ ബൈക്ക് കുരുങ്ങിയാണ് അപകടമുണ്ടായത്. മരിച്ച 2 പേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ബൈക്ക് യാത്രക്കാരെ ഫയർഫോഴ്സ് അധികൃതരെത്തി ബസ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. KSRTC സ്വിഫ്റ്റ് ബസ് ഡ്രൈവറെ ബസ്സിൽ കയറി മർദ്ദിച്ചതിന് 7 യുവാക്കൾക്കെതിരെ കേസിൽ. ഇന്നലെ രാത്രിയാണ് സംഭവം. കണ്ണൂരിൽ നിന്ന് കൊല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണിത്. യുവാക്കൾ ബൈക്കിലെത്തി തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. ഡ്രൈവർ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് ആരോപിച്ചാണ് യുവാക്കൾ അക്രമം നടത്തിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.